ഹലോ കൂട്ടുകാരെ, കത്തിയൊക്കെ അണയ്ക്കുന്നത് കണ്ടാൽ തന്നെ അറിയല്ലോ, നല്ല ഫ്രഷ് കൂന്ത കിട്ടിയിട്ടുണ്ട്. പൂച്ചക്കുട്ടൻ നോക്കി നിൽക്കുകയാണേ, അവന് കൊടുത്തിട്ടോ. അപ്പം ഇന്ന് വൈഫിൻ്റെ വകയാണ് കൂന്ത കറി വെക്കുന്നത്. അപ്പോൾ കൂന്തയൊക്കെ ഇതാ നല്ല വൃത്തിയായി കഴുകി കട്ട് ചെയ്തെടുത്താണ്. കുറച്ച് പണിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല വൃത്തിയിലായ കൂന്ത കഷ്ണങ്ങൾ കണ്ടോ, കണ്ടാൽ തന്നെ അറിയാം. കഴുകി നല്ല ക്ലീൻ ആക്കണം കേട്ടോ നമ്മൾ. അപ്പോൾ അവൾ തന്നെ ഒറ്റയ്ക്കാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ മാത്രമേ നിന്ന് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മളെന്തായാലും ചട്ടിയൊക്കെ ഇതാ വെച്ചു, അടുപ്പൊക്കെ കത്തിച്ചു. ചട്ടി ഇങ്ങനെ ചൂടായി വരികയാണ്. ചട്ടി ഇങ്ങനെ ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ച് കൊടുത്തു. പിന്നെ അതിലേക്ക് വേണ്ട കാര്യങ്ങളാണ് ഉള്ളി, തക്കാളി എല്ലതും. അപ്പോൾ ഇതാ കൂന്തക്കറി ഇതാ ചട്ടിയിലേക്കുള്ള പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട്. ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് നല്ല കുനുകുനാ വരട്ടിയെടുക്കണം. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനെ തുടങ്ങി എല്ലാവരും കൂട്ടിയും വേണം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ മസാലക്കൂട്ട് നല്ല സൂപ്പറായിരിക്കുള്ളൂ. അപ്പോൾ അതൊക്കെ എല്ലാ കാര്യങ്ങളും ആൾ ചെയ്തു. നല്ല ഈ മസാല കണ്ടിട്ട് തന്നെ ഇപ്പോൾ വായിൽ വെള്ളം പറഞ്ഞാൽ തക്കാളിയൊക്കെ കണ്ടോ കിടന്ന് വാർഡിന് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താ പറയുക, മുളക് പൊടി കുറച്ചും കൂടി കുറവുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെയൊക്കെ ഒന്ന് ഇട്ടു സെറ്റാക്കി. കണ്ടാൽ തന്നെ അറിയാം. അതിലേക്ക് ഇനിയിപ്പോൾ കൂന്തളൊന്നിങ്ങനെ അതിലിങ്ങനെ വീഴുമ്പോഴൊരു ഇതാണ് നമുക്ക് കാണണ്ടേ. അപ്പോൾ നമ്മളിതാ കഴുകിയെടുത്ത കൂന്തൾ അതിലേക്ക് ഇങ്ങനെ കുനുകുനാന്ന് ചെരിഞ്ഞു. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മസാലയിൽ നല്ല ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് നല്ല മസാല അതിൽ കറക്റ്റ് ചെയ്ത് പിടിക്കണം. അപ്പോഴതിൻ്റെ ഒരു ഇത് വരുള്ളൂ. ഇപ്പോൾ നിങ്ങൾ കണ്ടോ മസാലയൊക്കെ പിടിച്ചിട്ട് ഒരു ഹാഫ് വേവിൽ ഇങ്ങനെ പുക ഇങ്ങനെ വരുമ്പോഴൊരു കണ്ടോ ആവി ഇങ്ങനെ എടുക്കുകയാണ്. കുറച്ച് നമ്മളെ കറിവേപ്പില ഇട്ട് കൊടുക്കണം അതിലേക്ക്. എല്ലാ കറിക്കും അതിൻ്റെ ടേസ്റ്റിൻ്റെ ആശാനാണ് കറിവേപ്പില. അപ്പോൾ പുള്ളിക്കാരൻ അതിൽ കുറച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ അതിങ്ങനെ തിളച്ചിങ്ങനെ വരികയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് നമ്മൾ മൂടി വയ്ക്കാം കുറച്ച് നേരം. മൂടി വെച്ച് കഴിഞ്ഞതാ തുറന്നപ്പോൾ കണ്ടോ നമ്മളെ കൂന്തക്കറീൻ്റെ എങ്ങനെ ഉണ്ട്. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ അതിലേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം രുചി കൂടും. പിന്നെ ഒട്ടും സമയം നോക്കില്ല, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സംഗതി അങ്ങോട്ട് റെഡിയാക്കി. പിന്നെ അതാ അതിൻ്റെ എടുത്തു ഒരു കഷ്ണം പുട്ടും കൂന്തളും. ഒരു രക്ഷയില്ലായിരുന്നു. എടുത്തതാ ആ സ്മെല്ല് കേട്ടിട്ട് തന്നെ എല്ലാവരും നോക്കുന്നുണ്ട് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ. ഞാനതാ ഒരു കഷ്ണം പുട്ടും കൂന്തളും ഇട്ടുകൊണ്ട് ഒരു പിടുത്തം പിടിക്കാൻ പോവാട്ടോ. ആർക്കെങ്കിലും വേണമെങ്കിൽ ഇങ്ങോട്ട് പോരുക. ഇപ്പോൾ വന്നാൽ കിട്ടും നല്ല കൂന്തൾ കേട്ടോ. റൗണ്ട് കൂന്തൾ പീസ് എടുത്തുകൊണ്ട് ആ പുട്ടും കൂട്ടിയിട്ടുണ്ടല്ലോ മച്ചന്മാരെ, ഒരു പിടുത്തം അങ്ങോട്ട് പിടിച്ചു. ഒരു രക്ഷയില്ല. അപ്പോൾ ടേസ്റ്റ് വീണ്ടും വീണ്ടും ഇതാ കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ടേസ്റ്റ് കഴിച്ചാലേ അറിയുള്ളൂ. ഇപ്പോൾ വന്നാൽ നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നാൽ കഴിക്കാം. പുട്ട് കഴിഞ്ഞിട്ടുണ്ട്, കൂന്തക്കറി ഉണ്ട്.